ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബാലൻ ദ ബോയ് എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ജയിലാണ്. അവിടെ ഒരു അമ്മയും മകനും ഉണ്ടായിരുന്നു. ഗർഭിണിയായി ഇരിക്കുമ്പോഴാണ് ഈ അമ്മ ഈ ജയിലിലേക്ക് വരുന്നത്. അവിടെ തന്നെ പ്രസവിച്ചു, തന്റെ മകനെ അവിടെ തന്നെ വളർത്തി. ഇപ്പോൾ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങാൻ പോവുകയാണ്. ജയിലില് ഷംന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. റാക്കറ്റിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അത്. അവരും കൂടി ഇടപെട്ടിട്ടാണ് നമ്മുടെ നായികയെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ ഹെൽപ്പ് ചെയ്തത്. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ എന്റെ സഹായം മറക്കരുതെന്നും കുറച്ചു മാസം കഴിയുമ്പോൾ ഞാനും പുറത്തിറങ്ങും, ആ ടൈമിൽ നീ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഷംന തന്റെ നമ്പരും നായികയ്ക്ക് കൊടുക്കുന്നു. നമ്മുടെ നായികയ്ക്കും അവന്റെ മകനും ഈ ഒരു മൂവിയിൽ പേരില്ല. കാരണം ഇവർ ഓരോരോ പേരിലാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. തൽക്കാലം നമുക്ക് നമ്മുടെ കൊച്ചുപയ്യനെ ബാലൻ എന്ന് വിളിക്കാം. ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ വാർഡനാകട്ടെ നമ്മുടെ നായികയ്ക്ക് ഒരു ചെറിയ കാർഡ് കൊടുക്കുന്നുണ്ട്. അതൊരു ആശ്രയ കേന്ദ്രമാണ്, അവിടെ നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്നും അവിടെ പോയി സംസാരിച്ചാൽ മതിയെന്നും പറയുന്നു. കൂടാതെ ഷംന കൊടുത്ത നമ്പരും നായികയുടെ കയ്യിലുണ്ടായിരുന്നു. ജയിലിൽ ജോലി ചെയ്ത കാശുമായിട്ടാണ് നായിക പുറത്തിറങ്ങുന്നത്. എന്നാൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ തന്റെ മകന്റെ കയ്യിൽ ആ ചെറിയ കാർഡും നമ്പരും കൊടുത്തിട്ട് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടാൻ പറയുന്നു. അതൊന്നും നായികയ്ക്കും മകനും ആവശ്യമുണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്ന് നേരെ പോകുന്നത് കുറച്ചു ദൂരെയുള്ള ഒരു ചെറിയ കടയിലേക്കാണ്. അവിടെ വയസ്സായ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഇവർ ആഹാരം കഴിക്കുന്നു. എന്നാൽ അയാൾക്ക് ആ കടയിൽ വരുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ പോലും മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എടുക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ തറയിൽ വീഴും. ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റാതെ അയാൾ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ നായികയ്ക്ക് ഒരു ഐഡിയ തോന്നി. അവൾ ആഹാരം കഴിച്ചതിന് കാശ് കൊടുക്കാനില്ല എന്നും തനിക്കിവിടെ എന്തെങ്കിലും ജോലി തരുമോ എന്നും ചോദിക്കുന്നു. ഇവിടെ ജോലിയൊന്നുമില്ല, പൊയ്ക്കോളാൻ അയാൾ പറഞ്ഞു. നായിക കുറെ തവണ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ അയാൾ അവളോട് അവിടെ നിന്നോളാൻ പറയുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ വന്നപ്പോഴേക്കും അവൾ നേരത്തെ തന്നെ കടയൊക്കെ തുറന്ന് അവിടെയെല്ലാം ക്ലീൻ ആക്കി ആഹാരമൊക്കെ ഉണ്ടാക്കി വന്ന കസ്റ്റമേഴ്സിനെല്ലാം കൊടുത്തിരുന്നു. കടക്കാരൻ ഇത് കണ്ടപ്പോൾ സന്തോഷമായി. അയാളെ കൊണ്ടിതൊന്നും ഒറ്റയ്ക്ക് ഇത്ര പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല. അവളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കടക്കാരനോട് അവള് തന്റെ പേര് ഇന്ദു എന്നാണ് പറയുന്നത്. തന്റെ വീട് ഇടുക്കിയിലായിരുന്നു. ഭർത്താവ് തോട്ടം തൊഴിലാളിയായിരുന്നു. ആന ചവിട്ടി കൊന്നതാണ്. അതിനുശേഷം അനാഥരായോണ്ട് നാട് വിട്ട് വന്നതാണെന്നൊക്കെയാണ് അവൾ ആ കടക്കാരനോട് പറഞ്ഞത്. ഓരോ സ്ഥലത്തും അവൾ ഓരോ കഥ പറയുമ്പോഴും തന്റെ മകനെയും അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കും. നായിക കടയിൽ നിൽക്കുന്നത് കണ്ട് അതുവഴി വന്ന ഒരു ഡ്രൈവർ ആകട്ടെ ഈ കടക്കാരനോട് നായികയെ പറ്റി ചോദിക്കുന്നു. അവളുടെ പേര് ഇന്ദു എന്നാണെന്ന് കടക്കാരൻ പറയുന്നുണ്ട്. ആ ഡ്രൈവറുടെ നോട്ടൊന്നും തന്നെ നായികയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കടക്കാരനും അത് മനസ്സിലായി. സാധാരണ അവളും മകനും കടയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. നീ ഇനി മുതൽ ഇവിടെ കിടക്കണ്ട, എന്റെ വീട്ടിൽ വന്ന് കിടന്നോ, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, നീ എന്റെ മകളും അവൻ എന്റെ കൊച്ചുമകനുമായിട്ട് അവിടെ ജീവിച്ചോളാൻ പറയുന്നു. എന്നാൽ അത് നായികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ലൈഫില് അവളുടെ മകൻ മാത്രം മതിയെന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഒരാളുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധവും അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ കടക്കാരൻ വന്നപ്പോഴേക്കും കടയൊക്കെ പൂട്ടി താക്കോലും അവിടെ വെച്ചിട്ട് നായികയും മകനും സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. പത്രത്തില് പല ജോലി ഒഴിവുകളും കണ്ടിട്ട് അവൾ പലയിടങ്ങളിലും ജോലിക്ക് പോകുന്നു. ഓരോ സ്ഥലത്തും അവൾക്ക് ഓരോ പേരും ഓരോ ഐഡന്റിറ്റിയുമായിരുന്നു, ഓരോ കഥകളുമായിരുന്നു. ഹിന്ദുവായിട്ടും ക്രിസ്ത്യനായിട്ടും മുസ്ലിമായിട്ടും എല്ലാം തന്നെ അവൾ അഭിനയിച്ചു. തന്റെ മകനെയും ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ കഥ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. പഴയ കഥ മറന്നേക്കാനും പറയുന്നു. ഒരു കാരണവശാലും പോലീസുകാരുടെ അടുത്ത് മാത്രം സംസാരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ബാലനോട് അവന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. പലയിടങ്ങളിലും ആൾക്കാർ അവളോട് മോശമായി പെരുമാറാൻ തുടങ്ങി. ചിലയിടങ്ങളിലാകട്ടെ ആൾക്കാര് അവളെ വിവാഹം കഴിച്ചുകൊള്ളാം, ബാലനെ സ്വന്തം മോനെ പോലെ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. ബന്ധങ്ങളിൽ താല്പര്യമില്ലാത്തത് കാരണം അവൾ അവിടുന്നെല്ലാം ജോലി വിട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിലൊരു കൺസ്ട്രക്ഷൻ സൈറ്റില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവൾ ആദ്യം ജോലി ചെയ്ത ആ കടക്കാരന്റെ അടുത്ത് വന്ന ഡ്രൈവർ അവിടെ വരുന്നുണ്ട്. അവളെ കണ്ടതും അയാൾ പഴയ ഓർമ്മയില് ഇത് ഇന്ദു അല്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവിടുത്തെ കോൺട്രാക്ടർ പറയുന്നുണ്ട് അവളുടെ പേര് മേരി എന്നാണെന്ന്. അവളുടെ വീടൊക്കെ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു, അവളുടെ ഹസ്ബൻഡും മരിച്ചു, അതുകൊണ്ട് അവൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡി പോലും ഇല്ല എന്ന്. അതെല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു എന്ന്. ഇതൊക്കെ കേട്ടപ്പോ ആ ഡ്രൈവറിന് സംശയം തോന്നി. നീ മുൻപ് ഒരു കടയിൽ ജോലി ചെയ്തിട്ടില്ലേ, നിന്റെ മകനെയും നിന്നെ എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ ആ ഡ്രൈവർ പറയുന്നു. അവിടെ വെച്ച് ബാലനെയും നമ്മുടെ ഈ ഡ്രൈവർ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നായിക പറയുന്നുണ്ട് എന്റെ പേര് മേരി എന്ന, ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടു എന്ന്. ഡ്രൈവർ അവളോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അവളുടെ വീടിന്റെ കളർ എന്തുവാ, അവളുടെ ഹസ്ബൻഡിന്റെ പേരെന്തുവാ, ഹസ്ബൻഡിന് വണ്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ. അവൾ എല്ലാത്തിനും ഒട്ടും മടിക്കാതെ ഉത്തരം പറയുന്നു. വീടിന്റെ നിറം വെള്ളയാണ്, ഹസ്ബൻഡിന്റെ പേര് ബെന്നി എന്നാണ്, ഹസ്ബൻഡിന് ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു എന്ന്. അവളിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കിയ ഡ്രൈവർ ആകട്ടെ അവളുടെ മകനോടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ ആ കള്ളം എന്തായാലും അവളുടെ മകൻ അറിയത്തില്ല എന്ന് ഈ ഡ്രൈവറിന് ഉറപ്പായിരുന്നു. എന്നാൽ നമ്മുടെ നായികയാകട്ടെ ഓരോ സ്ഥലത്തും ഓരോ കഥ പറയുമ്പോഴും അതെല്ലാം തന്റെ മകനെയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ബാലൻ ഈ ഡ്രൈവറോട് എന്താണോ അവന്റെ അമ്മ പറഞ്ഞത് അത് തന്നെയാണ് പറയുന്നത്. അതോടുകൂടി ആ കോൺട്രാക്ടറും പറയുന്നുണ്ട് നിനക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ, അവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്, അവൾ മേരി തന്നെയാണെന്ന്. എന്താണെങ്കിലും ആ ഡ്രൈവറിന് ഒരു തവണ അവിടെ വെച്ച് സംശയം തോന്നിയ സ്ഥിതിക്ക് നായിക തന്റെ മകനെയും കൊണ്ട് ആ സ്ഥലവും വിട്ടു പോകുന്നു. പിന്നീട് അവൾ നമ്മുടെ ബാലനെയും കൊണ്ട് ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ജോലിക്കാരിയായി കയറുന്നു. അവിടെ വസുദേവ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ ബാലന്റെ പ്രായമാണ്. ഗിരിജയുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇവരെല്ലാവരും ഗൾഫിലേക്ക്
സ്കൂളിലേക്ക് പോകാനിരിക്കുകയാണ്. വസുദേവിന്റെ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കണം. അവന്റെ ID കാർഡിന്റെയും മറ്റും ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ടുവരാൻ നായികയെ ഗിരിജയഘട്ട ടൗണിലേക്ക് പറഞ്ഞു വിട്ടു. നായിക ബാലനെയും കൂട്ടിയാണ് പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കെ വസുദേവും വേറെ കുറച്ച് കുട്ടികളും സഞ്ചരിച്ചിരുന്ന ഓട്ടോ ആക്സിഡന്റ് ആവുകയും വസുദേവും മരിക്കുകയും ചെയ്തു എന്ന്. തന്റെ മകന്റെ പ്രായത്തിലുള്ള കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ വീട്ടിൽ നിന്നിട്ടും കാര്യമില്ല. ആ വീട്ടിലെ കുട്ടിയെ നോക്കലും അവിടുത്തെ ജോലി ചെയ്യലും ഒക്കെ ആയിരുന്നല്ലോ നമ്മുടെ നായികയുടെ ജോലി. പക്ഷെ വസുദേവിന്റെ ID കാർഡോ ആ ഫോട്ടോസ്റ്റാറ്റോ ഒന്നും തന്നെ നമ്മുടെ നായിക ഗിരിജയ്ക്ക് തിരിച്ചു കൊടുത്തില്ല. അതുമായിട്ടാണ് ബാലനെയും കൂട്ടി അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ബസ് സ്റ്റാൻഡിലിരിക്കുന്ന സമയത്ത് മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയെ അവൾ അവിടെ വെച്ച് കാണുന്നു. എല്ലാവരോടും ആ സ്ത്രീയാകട്ടെ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്നു. നമ്മുടെ നായിക പോയി അവൾക്ക് ആഹാരം കൊടുക്കാൻ നേരത്ത് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരു ID കാർഡ് താഴെ വീഴുന്നുണ്ട്. അതിൽ നിന്ന് നായിക്ക് മനസ്സിലായി ആ മാനസിക നില തകരാറിലായ സ്ത്രീയുടെ പേര് ഷെർലി എന്നാണെന്നും അവരൊരു ഹോം നേഴ്സ് ആണെന്നും. അവർക്ക് ആഹാരം കൊടുത്തിട്ട് നായിക അവരുടെ ID കാർഡ് എടുത്തു. ആ സ്ത്രീയെ കണ്ടാൽ ഏകദേശം നമ്മുടെ നായികയെ പോലെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പത്രത്തിൽ കണ്ട ഹോം നേഴ്സിനെ ആവശ്യമുണ്ടോ എന്ന പരസ്യത്തിലേക്ക് അവൾ വിളിക്കുന്നുണ്ട്. ഐപ്പ് എന്ന് പറയുന്ന ഒരാളാണ് ഫോൺ എടുക്കുന്നത്. അയാൾ ഒരു വീട്ടിലെ കാര്യസ്ഥനായിരുന്നു. എന്നാൽ ഇപ്പോൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്നത് കാരണം ആ വീട്ടിലെ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ ആവശ്യമുണ്ട്. ബസ് സ്റ്റാൻഡിലിരുന്ന യുവതിയുടെ കയ്യിൽ നിന്നും എടുത്ത ID കാർഡിലെ ഷെർലി എന്ന് പറയുന്ന പേരാണ് ഈ പ്രാവശ്യം നായിക ഐപ്പിനോട് പറയുന്നത്. താൻ മുൻപൊരു ഓൾഡ് ഏജ് ഹോമിലെ ജോലി ചെയ്തിരുന്നെന്ന് കള്ളം പറയുന്നു. ഐപ്പ് എന്തായാലും നായികയോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് നീ പോയാ മതി. അവിടെ ഒരു അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾ നോക്കണം. അവരുടെ മകനൊക്കെ പുറം രാജ്യത്താണ്. എല്ലാ ദിവസവും 1 മണിയാകുമ്പോ അവർ വിളിക്കും. പക്ഷേ ഈ അമ്മയും മകനും തമ്മിൽ സംസാരിക്കാറില്ല. എന്തോ ഉടക്കാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ നീ ഫോണിലൂടെ ആ മകനെ അറിയിച്ചാൽ മതി. സാലറിയും മറ്റും അയാൾ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഐപ്പ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ നായിക ഷെർലി എന്ന ഹോം നേഴ്സിന്റെ ഐഡന്റിറ്റിയിൽ ഈ അമ്മാമ്മയുള്ള വീട്ടിലേക്ക് പോവുകയാണ്. വീട് പൂട്ടിയിട്ടുണ്ടാകില്ല എന്ന് ഐപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അമ്മാമ്മ നല്ല ഉറക്കമാണ്. ആ സമയം അവരുടെ മകന്റെ കോള് വരുന്നുണ്ട്. ഷെർലി പോയി അറ്റൻഡ് ചെയ്യുന്നു. അയാൾ അവളോട് പറയുന്നുണ്ട്, അമ്മ അങ്ങനെ ഒട്ടും സംസാരിക്കുന്ന സ്ത്രീയല്ല, എന്നോട് സംസാരിക്കാറില്ല, സംസാരിച്ചിട്ടൊക്കെ കുറെ വർഷങ്ങളായി എന്ന്. പക്ഷെ അമ്മയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം. 1 മാസം കഴിയുമ്പോഴേക്ക് താൻ അങ്ങ് വരുമെന്ന് അയാൾ പറയുന്നു. ഫോൺ കട്ട് ചെയ്തതും അവളുടെ മുന്നിൽ തോക്കും ചൂണ്ടി ആ അമ്മാമ്മ ഇരിപ്പുണ്ടായിരുന്നു. നീ ആരാന്ന് ചോദിച്ചുകൊണ്ട്. ഐപ്പ് പറഞ്ഞിട്ട് വന്നതാ ഞാൻ പുതിയ ഹോം നേഴ്സ് ആണെന്ന് പറയുന്നു. മര്യാദയ്ക്ക് എനിക്ക് പോയി വല്ലതും തിന്നാനുണ്ടാക്കി കൊണ്ടുവരാൻ അവര് പറയുന്നു. അവള് പറഞ്ഞതുപോലെ അനുസരിച്ചു. അവരുടെ കയ്യിൽ തോക്ക് കണ്ട് നായികയൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ അമ്മാമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകും. ആ സമയം ഇൻഹേലർ യൂസ് ചെയ്തില്ലെങ്കിൽ പറ്റില്ല. നായിക നന്നായിട്ടാണ് അമ്മാമ്മയെ നോക്കുന്നത്. ഇവരെന്തുകൊണ്ടാ മകനോട് മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നുണ്ട്, തന്റെ ഹസ്ബൻഡ് ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടി പോരാടിയാൽ. അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്നെ പോലും പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മകനാകട്ടെ ഇന്ന് ഈ രാജ്യം വിട്ടിട്ട് ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ പോയി കിടന്ന് അവരുടെ അടിമപ്പണി ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനോട് മിണ്ടാത്തത്. അവനോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. ആ സ്ത്രീ മാത്രമുള്ള ഒരു വീട് കുറച്ച് സേഫ് ആണെന്ന് നമ്മുടെ നായികയ്ക്ക് തോന്നി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരെ നോക്കി ഇവരുടെ ഹോം നേഴ്സ് ആയിട്ട് കുറെ കാലം ഇവിടെ തന്നെ നിൽക്കാം. അതുകൊണ്ട് നമ്മുടെ നായിക ബാലനെ ഒരു സ്കൂളിൽ ചേർക്കാൻ തീരുമാനിക്കുന്നു. അവള് മുൻപ് നിന്ന വീട്ടിലെ വസുദേവ് എന്ന് പറയുന്ന ഒരു കുട്ടി ആക്സിഡന്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവന്റെ ഡോക്യുമെന്റും ആ അഡ്രസ്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ നായിക ഈ ബാലനെ സ്കൂളിൽ ചേർക്കുന്നത്. ഇനി മുതൽ നിന്റെ പേര് വസുദേവ് എന്നാണെന്ന് അവൾ തന്റെ മകനെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ബാലന് സ്കൂളിൽ പോയി തുടങ്ങി. ആദ്യത്തെ ദിവസം തന്നെ അവനോട് ടീച്ചർ പറയുന്നുണ്ട്, നീ നിന്റെ പേരും നിന്റെ അമ്മയുടെ പേരും വീടിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ. അവൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം അവന് ഓരോ സമയം ഓരോ പേരാണ്. അവന്റെ റിയൽ നെയിം എന്താണെന്ന് അവൻ അറിയില്ല. അവന്റെ അമ്മയുടെ യഥാർത്ഥ പേരും അവൻ അറിയില്ല. ഓരോ തവണയും അവന്റെ അമ്മ ഓരോ കഥകൾ പറഞ്ഞു. ഇതിൽ ഏത് സത്യമെന്ന് പോലും അവൻ അറിയില്ല. അവൻ അങ്ങനെ വല്ലാതെ പേടിച്ചു നിൽക്കുന്ന കണ്ടിട്ട് തൽക്കാലം ടീച്ചർ അവനോട് പോയി ഇരുന്നോളാൻ പറഞ്ഞു. സ്കൂളിൽ പോകാൻ അവൻ ഇഷ്ടമായി തുടങ്ങി. ഇവിടെ അമ്മാമ്മയുടെ പറമ്പിലാകട്ടെ അവൻ അടുത്തുള്ള കുറെ പിള്ളേരെ മാങ്ങ പറിക്കാൻ കയറുമായിരുന്നു. അത് കാണുമ്പോൾ ദേഷ്യം വന്ന് അവരാകട്ടെ തോക്ക് എടുത്തുകൊണ്ട് ഇറങ്ങും. ആ തോക്കില് 2 തരം ഉണ്ടയുണ്ട്. ഒന്ന് വെറുതെ ആൾക്കാരെ ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കുന്നത്, മറ്റൊന്ന് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടും. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടയാകട്ടെ ഈ കുട്ടികൾ മാങ്ങ പറിക്കാൻ വരുമ്പോഴാണ് അമ്മാമ്മ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ബാലിനെ ഒരിക്കലും വീടിന്റെ ഫ്രണ്ട് ഡോർ വഴി നായിക സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീടിന്റെ ഫ്രണ്ട് വരെയും സ്കൂൾ ബസ് വരും. പക്ഷെ അപ്പോഴും അവളാകട്ടെ വീടിന്റെ ബാക്കിലുള്ള കാട് വഴി ബസ് വരുന്ന ഒരു ഏരിയയിലേക്കാണ് ബാലിനെ കൊണ്ടുവിടുന്നത്. അവിടുന്ന് തന്നെയാണ് അവൻ ബസ് കയറി പോകുന്നതും ഇവിടേക്കാണ് വൈകിട്ട് ബസ്സിൽ വന്ന് ഇറങ്ങുന്നതും. നായിക പോയി അവനെ കൂട്ടിയിട്ട് വരും. ഞാൻ വരാൻ എത്ര താമസിച്ചാലും നീ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് എപ്പോഴും നായിക പറയാറുണ്ടായിരുന്നു. നായിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ അമ്മാമ്മയ്ക്ക് നായികയുടെ മേൽ ഡൗട്ട് തോന്നുന്നു. അവർ അവളോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം. പക്ഷെ അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. എത്ര കാലം വേണമെങ്കിലും നിനക്ക് ഇവിടെ സേഫ് ആയിട്ട് നിൽക്കാം. കുറെ കാലത്തിന് ശേഷമായിരുന്നു ഒരാളുടെ കൂടെ ഈ അമ്മാമ്മയും ഇത്ര ക്ലോസ് ആകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മയുടെ മകൻ വിളിക്കുമ്പോഴെല്ലാം തന്നെ നായിക ഫോൺ എടുത്ത് അമ്മാമ്മയുടെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവളിടയ്ക്ക് മാർക്കറ്റിൽ പോകുമ്പോൾ ആ ബസ് സ്റ്റാൻഡില് മാനസിക നില തെറ്റിയ ഹോം നേഴ്സിനെ അപ്പോഴും കാണാറുണ്ടായിരുന്നു. അവർ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ബാലിനെ വിളിക്കാൻ അവൻ ബസ് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് നായിക എത്തുമ്പോൾ അവനെ കാണുന്നില്ല. അവരാകെ ടെൻഷനിലായി. അവൻ
അവനാകട്ടെ അവിടെയുള്ള മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നു. നായിക അവനെ വഴക്കു പറയുന്നുണ്ട്. വരാൻ ഞാൻ എത്ര ലേറ്റ് ആയാലും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി നീ ഇങ്ങനെ കാണിക്കരുതെന്ന് പറയുന്നു. അമ്മാമ്മയാകട്ടെ ഒരു ദിവസം രാത്രി നായികയോട് അവളുടെ കഥ ചോദിക്കുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്തെങ്കിലും ഒന്ന് പറയുന്ന അമ്മാമ്മ പറഞ്ഞതും നായിക ഒരു കഥ പറയുന്നു. ഒരുപക്ഷെ ആ കഥ അവളുടെ യഥാർത്ഥ ജീവിതകഥ തന്നെയായിരിക്കാം. പണ്ടൊരു രാക്ഷസൻ സ്നേഹം നടിച്ച് ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുവന്ന് അവന്റെ അടിമയാക്കി വെച്ചു. ചതി മനസ്സിലാക്കി അവളാകട്ടെ രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചു. എന്നാൽ നടന്നില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ ആ രാക്ഷസന്റെ അടിമയായിട്ട് അവൾ ജീവിച്ചു. എന്നാൽ ഒരു ദിവസം അവൾ ഗർഭിണിയായി. തന്റെ അവസ്ഥ തന്റെ കുഞ്ഞിന് വരരുതെന്നും തന്റെ കുഞ്ഞും ഒരു അടിമയാകാനോ അല്ലെങ്കിൽ ആ രാക്ഷസനെ പോലെ ആകാനോ അനുവദിക്കരുതെന്നും ചിന്തിച്ചു. അങ്ങനെ തക്കം വാർത്തിരുന്ന ഒരു ദിവസം ഗർഭിണിയായ അവളാകട്ടെ ആ രാക്ഷസനെ കൊന്നു കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു വാഴ നട്ടു. അങ്ങനെ എന്നേക്കുമായിട്ട് ആ രാക്ഷസന്റെ തടവറയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അവളെക്കുറിച്ച് തന്നെയായിരിക്കാം അവൾ പറയുന്നതെന്ന് അമ്മാമ്മയ്ക്ക് മനസ്സിലായി. നീ എന്തായാലും എന്നെ പറ്റിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് മുങ്ങുന്നൊന്നും തന്നെ എനിക്കിനി തോന്നുന്നില്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ എന്നെ നോക്കി ഇവിടെ തന്നെ നിന്നു. പക്ഷെ തനിക്ക് അങ്ങനെ അറ്റാച്ച്മെന്റ് ഒന്നും ഇഷ്ടമല്ല എന്ന് അവൾ പറഞ്ഞതും അമ്മാമ്മ പറയുന്നുണ്ട്, ശരി, അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട, നീ ഇവിടെ ജോലിക്കാരിയായിട്ട് തന്നെ നിന്നു. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്നെ ഇതേ പറമ്പിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടേക്കണം. എന്റെ മക്കളെയൊന്നും അറിയിക്കേണ്ട കാര്യമില്ല, അവരാരും എന്റെ ബോഡി പോലും കാണണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് നീ ഇവിടെ തന്നെ താമസിച്ചോ, എത്ര കാലം വേണമെങ്കിലും. അവരങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ നമ്മുടെ നായിക ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൾ ബാലനെ സ്കൂളിലാക്കിയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയതായിരുന്നു. പക്ഷെ അവിടെ വെച്ച് അവൾ ജയിലിൽ വെച്ച് കണ്ട ആ ഷംനേനെ കാണുന്നുണ്ട്. സെക്സ് റാക്കറ്റിൽപ്പെട്ട അവരാകട്ടെ നമ്മുടെ നായിക അന്വേഷിച്ചു തന്നെ നടക്കുകയായിരുന്നു. നീ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പോയിട്ട് എന്തുകൊണ്ട് വിളിച്ചില്ല എന്നും നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാന്നൊക്കെ ഷംന പറയുന്നുണ്ട്. എന്നാൽ അവരെ കണ്ടതും പേടിച്ച് നായിക അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവൾ നേരെ വീട്ടിലെത്തി. ബാലൻ എത്തിക്കഴിയുമ്പോൾ അവനോട് പറയുന്നുണ്ട്, നിന്റെ സാധനങ്ങളൊക്കെ എടുത്തു, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്ന് പോകാം. എന്നാൽ ബാലൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാനാ ഇഷ്ടം, എനിക്ക് സ്കൂളിൽ പോകണം. ഓടി ഓടി ശരിക്കും നായികയ്ക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓരോരുത്തും പ്രശ്നങ്ങൾ തേടി വരുന്നത് കൊണ്ടാണ് അവളിങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ആ സമയം അമ്മാമ്മയ്ക്ക് വല്ലാതെ ശ്വാസമുട്ടൽ വരുന്നു. നായിക അടുത്തേക്ക് ചെന്നപ്പോൾ അവര് പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും നിന്റെ മകനു വേണ്ടി ജീവിക്ക്, അവൻ സ്കൂളിൽ പോയിക്കോട്ടെ, അവൻ ആഗ്രഹിക്കുന്ന പോലെ അവനിവിടെ നിന്നോട്ടെ, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഇതെന്റെ അവസാനത്തെ വാക്കാ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ മരണത്തിന് കീഴടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ നായിക ഓരോന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ അമ്മമ്മ പറഞ്ഞ വാക്കുകൾ നായികയ്ക്ക് ഓർമ്മ വരുന്നു. അവരുടെ മൃതദേഹം ആരെയും നായിക കാണിച്ചില്ല. അവര് മരിച്ചുവെന്ന് ആരെയും അറിയിച്ചില്ല. നായിക അവരുടെ മൃതദേഹം അതേ പറമ്പിൽ കുഴിച്ചിട്ടു. അവരുടെ മകൻ വിളിക്കുന്ന സമയത്ത് അമ്മാമ്മ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ആ മകനും അമ്മയും തമ്മിൽ സംസാരിക്കാത്തതുകൊണ്ട് അയാൾ അറിഞ്ഞതുമില്ല തന്റെ അമ്മ മരിച്ചുവെന്ന്. അങ്ങനെ പിന്നീട് കുറച്ചു ദിവസങ്ങൾ കൂടി അതേ വീട്ടിൽ തന്നെ നായികയും ബാലനും താമസിച്ചു. ആ കുട്ടികൾ മാങ്ങ പറിക്കാൻ വരുമ്പോൾ എങ്ങനെയാണോ അമ്മാമ്മ വെടിവെച്ച് അവരെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ നായികയും ചെയ്യുന്നു. അത് കാരണം കുട്ടികളും കരുതുന്നുണ്ട് അമ്മാമ്മ വീടിനുള്ളിൽ തന്നെ ഉണ്ടെന്ന്. എന്നാൽ ഒരു ദിവസം മാർക്കറ്റിൽ പോയിട്ട് നായിക തിരിച്ചു വരുമ്പോൾ അവളെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അവൾ പേടിച്ച് വീടിനുള്ളിലേക്ക് കയറി. അവളെ ഫോളോ ചെയ്തു വന്നത് ഷംനയായിരുന്നു. മര്യാദയ്ക്ക് നീ വാതിൽ തുറക്കുന്നതാ നല്ലത്, ഞാനിവിടെ നിന്ന് പോകില്ല എന്ന് ഷംന പറഞ്ഞതോടുകൂടി പേടിച്ച് നായിക വാതിൽ തുറന്നു. നീ എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാം, ഒരുപാട് കാശുണ്ടാക്കാം, എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളൊന്നും കൊള്ളില്ല, നീ ആകുമ്പോ നല്ലതാ. അങ്ങനെയൊക്കെ ഷംന പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരമ്മാമ്മ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരെന്തെന്ന് ചോദിക്കുമ്പോൾ നായിക ഒന്നും മിണ്ടിയില്ല. കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഷംനയ്ക്ക് മനസ്സിലായി അവർ മരിച്ചുവെന്ന്. നീ അവരെയും കൊന്നുവെന്ന് ഷംന നായികയോട് ചോദിക്കുന്നു. ഞാനൊന്നും ചെയ്തതല്ല എന്നാണ് നായിക പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും നീ ഇവിടെ സേഫ് ആയിട്ടല്ല നിൽക്കുന്നത്. എന്റെ കൂടെയുള്ള പെണ്ണുങ്ങളെയും ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഇവിടെ ആകുമ്പം പോലീസും പ്രശ്നങ്ങളൊന്നും വരില്ല, ആരും ഒന്നും അറിയത്തൂല്ല. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷംന പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവരാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് നായികയ്ക്ക് അറിയാം. അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ്സിലേക്ക് നായികയ്ക്ക് ഇറങ്ങാനും താല്പര്യമില്ല. തന്റെ മകനെയും കൊണ്ട് എവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണമെന്നേ നായിക ആഗ്രഹിച്ചിട്ടുള്ളൂ. വേറെ നിവൃത്തിയില്ലാതെ നായിക ഷംനയും ആ തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. ഷംനയുടെ മൃതദേഹവും നായിക മറവ് ചെയ്തു. എന്നിട്ട് ആ ബ്ലഡ് എല്ലാം കഴുകി കളയായിരുന്നു. ആ സമയത്ത് ഐപ്പിന്റെ കോള് വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മാമ്മയുടെ മകനും കുടുംബവും വരുന്നുണ്ട്. സർപ്രൈസ് ആയിട്ട് വരികയാണ്, അമ്മാമ്മയെ ഒന്നും അറിയിക്കണ്ട എന്ന്. അത് കേട്ടതോടുകൂടി നായിക ആകെ വല്ലാതെയായി. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മാമ്മയുടെ മരണവും ഷംനയുടെ മരണവും എല്ലാം തന്നെ എല്ലാവരും അറിയും. തന്നെ പോലീസ് പിടിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു നായിക. ആ സമയം ബാലൻ സ്കൂള് വിട്ട് പതിവ് പോലെ ഇറങ്ങുന്നിടത്തിറങ്ങി. എത്ര താമസിച്ചാലും അമ്മ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു. ആ സമയം നായിക നോക്കുമ്പോൾ അമ്മാമ്മയുടെ മകനും ഐപ്പും എല്ലാം തന്നെ കാറില് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി വരുന്നതാണ് അവൾ കാണുന്നത്. അവൾ തോക്കുമെടുത്ത് വാതിലിന് നേരെ തന്നെ ചൂണ്ടി നിൽക്കുകയായിരുന്നു. ഐപ്പ് വീടിനുള്ളിലേക്ക് കയറിയതും ഒരു വെടിയൊച്ച കേൾക്കുന്നു. അത് കേട്ട് അമ്മാമ്മയുടെ മകനും വൈഫും അകത്തേക്ക് ഓടി ചെല്ലുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ നടന്നു. നമ്മുടെ ബാലൻ ഒരുപാട് നേരം കാത്തിരുന്നു. അവന്റെ അമ്മയെ കണ്ടില്ല. ഒടുവിൽ ആൾക്കാർ കൂടി പോലീസിൽ വിവരം അറിയിച്ചു. അവിടുത്തെ സ്റ്റേഷനിൽ പവിത്ര എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ജോലി ചെയ്യുന്ന സിസിലി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റബിളുമായിട്ട് ഇയാൾ ഇഷ്ടത്തിലുമാണ്. എന്നാൽ ഈ പവിത്രൻ അവസരം കിട്ടുമ്പോൾ തനിക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കൊക്കെ പണി കൊടുക്കുമെന്നും അവനെ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നും എല്ലാവരും
പറയുമായിരുന്നു. കൂടാതെ അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ ആരെയും ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ കൊണ്ടിടും. പക്ഷേ സിസിലി അതൊന്നും വിശ്വസിച്ചില്ല. പവിത്രനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ബാലൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതുകൊണ്ട് പവിത്രനാണ് അവിടേക്ക് വരുന്നത്. എന്നാൽ ആ സമയം ബാലന്റെ യൂണിഫോം ഒന്നും അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവന്റെ ഡ്രസ്സൊക്കെ എവിടെയെന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, ഞാനാണ് ഇവനെ ആദ്യം കണ്ടത്. ആ സമയത്ത് ഇവൻ യൂണിഫോം ഇട്ടിരുന്നതാണ്. പക്ഷെ ഞാൻ അപ്പുറത്തെ കട വരെ പോയിട്ട് വന്നപ്പോഴേക്കും ഇവന്റെ യൂണിഫോം കാണുന്നില്ല എന്ന്. പവിത്രൻ അവനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. അവന്റെ പേരും പറഞ്ഞില്ല. താൻ അമ്മയെ കാത്തു നിൽക്കുകയാണെന്ന് ഒന്നും തന്നെ പറഞ്ഞില്ല. വേറെ നിവൃത്തിയില്ലാതെ ബാലനെയും കൂട്ടി പവിത്ര സ്റ്റേഷനിലേക്ക് വരുന്നു. CI പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി മിക്കവാറും ഇവനെ കാണാഞ്ഞിട്ട് ഇവന്റെ വീട്ടുകാർ കംപ്ലൈന്റ് കൊടുക്കാൻ വരും. അതല്ലെങ്കിൽ നാളെ ഇവന്റെ ഫോട്ടോ നമുക്ക് പത്രത്തിൽ കൊടുക്കാം. തൽക്കാലം രാത്രിയിൽ നീ നിന്റെ വീട്ടിലേക്ക് ഇവനെയും കൊണ്ടുപോകാൻ. അങ്ങനെ ബാലനെയും കൂട്ടി പവിത്രൻ തൽക്കാലം തന്റെ റൂമിലേക്ക് പോയി. അവനെ അവിടെ ഉറക്കി കിടത്തിയ ശേഷം അയാൾ സിസിലിയും കൂട്ടി അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത് ബാലൻ കാണുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ ബന്ധമുണ്ടെന്നും ബാലന് മനസ്സിലായി. തൽക്കാലം ബാലനിടാൻ വേണ്ടിയിട്ട് പവിത്രൻ തന്റെ ഒരു ടീഷർട്ട് കൊടുക്കുന്നു. അതിൽ പവിത്രന്റെ പേരും എഴുതിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവനെയും കൂട്ടി അവനെ അവസാനമായിട്ട് കണ്ട സ്ഥലത്തേക്ക് ഇവർ പോകുന്നുണ്ട്. അവനെ അന്വേഷിച്ച് ഇതുവരെയും ആരും വന്നിട്ടില്ല. ആ സ്ഥലം പരിശോധിക്കുമ്പോൾ അവന്റെ ബാഗും യൂണിഫോമും എല്ലാം തന്നെ ഇവർക്ക് കിട്ടി. ആ സമയം അവന്റെ സ്കൂൾ ബസ് അതുവഴി വരുന്നുണ്ടായിരുന്നു. അതിനുള്ളിലിരുന്നൊരു പെൺകുട്ടി, വസുദേവ് നീ വരുന്നില്ലേ, എന്താ ഈ വേഷത്തിൽ നിൽക്കുന്നേ, നിന്റെ യൂണിഫോം എന്തെന്ന് ചോദിക്കുന്നു. അതോടുകൂടി പോലീസുകാരൻ പവിത്രന് മനസ്സിലായി ഇവൻ ഈ സ്കൂൾ ബസ്സിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോലീസുകാരൻ മനസ്സിലാക്കിയെന്നറിഞ്ഞതും ബാലൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. എന്നാൽ പവിത്രൻ അവനെ കൈയോടെ പിടിച്ചു. അവനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹത നടക്കുന്നുണ്ടെന്ന് പവിത്രൻ CIയോട് പറയുന്നു. എന്നാൽ CI പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഇവന്റെ അമ്മ എവിടെയെങ്കിലും ഉണ്ടാകും, കാര്യമായിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി. ആ സമയത്ത് അവിടെ ഒരു ചെറിയ ബാങ്ക് കവർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രതികളെ പിടിക്കാനും പോലീസുകാരെ പരക്കം പാഞ്ഞ് നടക്കുകയാണ്. തൽക്കാലം സിസിലിയോട് പവിത്രൻ പറയുന്നുണ്ട്, ഈ പയ്യനെ കുറച്ചു നേരത്തേക്ക് നോക്ക്, ഞാൻ ഇവന്റെ സ്കൂളിലൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന്. ആ സ്കൂൾ ബസ് കണ്ടതുകൊണ്ട് ഇവൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പവിത്രൻ മനസ്സിലാക്കിയിരുന്നു. അവിടെ പോയി ഇവന്റെ ഫോട്ടോ കാണിച്ച് ഇവനെ പറ്റി അന്വേഷിക്കുന്നു. സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി ഇവനെ വസുദേവ് എന്നായിരുന്നല്ലോ വിളിച്ചിരുന്നത്. ആ പേരും പറയുന്നു. അവിടെ നിന്നും അവന്റെ അഡ്രസ്സ് കിട്ടി. ആ അഡ്രസ്സ് അവിടെ നിന്നും കുറച്ച് ദൂരെയാണ്. അങ്ങനെ ആ സ്ഥലത്തുള്ള സ്റ്റേഷനിലെ പോലീസുകാരുമായിട്ട് പവിത്രൻ കോണ്ടാക്ട് ചെയ്യുന്നു. ഈ വസുദേവിനെ പറ്റി അന്വേഷിക്കാൻ പറയുന്നു. അവിടെ നിന്നും പവിത്രൻ തിരിച്ചു വീണ്ടും തന്റെ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്കാണ് നമ്മുടെ നായിക ജോലി ചെയ്തിരുന്ന അമ്മാമ്മയുടെ വീട് കാണുന്നത്. അവിടെ പോലീസുകാർ നിൽക്കുന്നു. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന പെണ്ണ് 2 കൊലപാതകം നടത്തിയെന്നാണ് പറയുന്നത്. ആ സ്ത്രീയുടെ കൂടെ ഏതെങ്കിലും കുട്ടി ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ കുട്ടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കാരണം കുട്ടികളുടെ ഡ്രസ്സൊന്നും വീട്ടിൽ നിന്ന് കിട്ടിയില്ല എന്ന്. ആ സ്ത്രീയുടെ ഡ്രസ്സ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന്. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരന്റെ കോള് പവിത്രന് വരുന്നു. വസുദേവ് എന്നുള്ള പയ്യൻ യഥാർത്ഥത്തിൽ മരിച്ചുവെന്നും അവന്റെ അമ്മയുടെ പേര് ഗിരിജ എന്നാണെന്നും അവന്റെ അച്ഛൻ ഗൾഫിലായിരുന്നു എന്നൊക്കെ പവിത്രൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഐഡന്റിറ്റിയിലാണ് ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലുള്ള കുട്ടി ജീവിച്ചിരുന്നതെന്ന് ഇവർക്ക് മനസ്സിലായി. സിസിലിയെ വിളിച്ചിട്ട് പവിത്രൻ ചോദിക്കുന്നുണ്ട്, ആ പയ്യൻ അവിടെ തന്നെ ഉണ്ടോ എന്ന്. അവൻ ഇടയ്ക്കിടയ്ക്ക് സിസിലിയുടെ കൂടെ ഒളിച്ചുകളി കളിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം സിസിലി പോയി നോക്കുമ്പോൾ അവൻ അവിടെയില്ല. പോലീസ് സ്റ്റേഷനിലെ ബാക്കിലുള്ള കുറച്ച് ഏരിയയിലെ കല്ലൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തില് ആ അമ്മാമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ മകൻ തന്നെയാണ് ഇവനെന്ന് അവർക്ക് മനസ്സിലായി. ആ കൊലപാതകത്തിനെല്ലാം അവനും സാക്ഷിയായിരിക്കും. അവനെ മിസ്സാക്കിയതിന്റെ പേരിൽ CI പവിത്രനെ വഴക്ക് പറയുന്നു. എന്നാൽ പവിത്രൻ പറയുന്നുണ്ട്, ഞാൻ ഇതിലൊന്നും ചെയ്തില്ല, ഞാൻ സിസിലിയെ ഏൽപ്പിച്ചിട്ടാ പോയത്. അവളുടെ അശ്രദ്ധ കൊണ്ടാണ് ആ പയ്യൻ രക്ഷപ്പെട്ടു പോയത്. അതുകൊണ്ട് ആക്ഷൻ എടുക്കുന്നെങ്കിൽ അവളുടെ പേരിൽ എടുത്താൽ മതി. അങ്ങനൊരു സാഹചര്യത്തില് സിസിലിയെ പവിത്രൻ കൈവിട്ടു. മറ്റാരും പറഞ്ഞപ്പോഴും താൻ വിശ്വസിച്ചില്ല എന്നും നിങ്ങൾ അവസാനം എന്നോട് ഇങ്ങനെ തന്നെ കാണിച്ചല്ലോ എന്നും സിസിലി പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് പവിത്രൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. എന്നാൽ അതിനുശേഷം സിസിലി പവിത്രനുമായിട്ട് ഒരു ബന്ധവും വെച്ചില്ല. അയാളുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അവസാനിപ്പിച്ചു. പവിത്രന് എന്തെന്നില്ലാത്ത ദേഷ്യം നമ്മുടെ ആ ബാലനോട് തോന്നുന്നു. പോലീസുകാരെന്തായാലും അവന്റെ അമ്മയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പിന്നീട് 6-7 വർഷം കഴിഞ്ഞിട്ടുള്ള കഥയാണ് കാണിക്കുന്നത്. നമ്മുടെ ബാലൻ കുറച്ചുകൂടി വളർന്നിരിക്കുന്നു. അവൻ ഒരു ദിവസം ഈ നാട്ടിലൂടെ ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയം പണ്ട് താൻ സ്കൂൾ ബസ് കാത്തു നിന്നിരുന്ന സ്ഥലം അവൻ ഓർമ്മ വരികയും അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒളിച്ചോടിപ്പോയ അവന് പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് പതിയെ കാണാം. ഇപ്പോൾ അവൻ ശരിക്കും അവന്റെ അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷ കാലയളവിൽ ഒന്നും തന്നെ അവൻ അവന്റെ അമ്മയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മയെ അവന് നിന്നിരുന്ന ആ അമ്മാമ്മയുടെ വീട്ടിലേക്ക് അവൻ പോകുന്നു. ഇപ്പോൾ അവിടെ ആരും തന്നെ താമസിക്കുന്നില്ല. ആ വീടെല്ലാം തന്നെ കാട് കയറി കിടക്കുകയായിരുന്നു. അന്ന് അവിടെ മാങ്ങ പറിക്കാൻ വന്നിരുന്ന ആ കുട്ടികൾ ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെ കളിച്ചു നടപ്പുണ്ട്. അവൻ അവരോട് പോയി ചോദിക്കുന്നുണ്ട്, ആ വീട്ടിൽ താമസിച്ചിരുന്നവരൊക്കെ എവിടെയെന്ന്. ആ വീട്ടിൽ ജോലിക്ക് വന്ന സ്ത്രീയാകട്ടെ ആ അമ്മാമ്മയും വേറെ ആരെയും കൂടി കൊന്നിട്ടുണ്ട്. അതിനുശേഷം അമ്മാമ്മയുടെ മകനും ആ ഇപ്പൊക്കെ വന്ന സമയത്ത് അവർക്ക് നേരെയും തോക്കു ചൂണ്ടി നിന്നുവെന്ന്. അന്ന് ഐപ്പിന് നേരെ വെടിവെക്കാൻ തുടങ്ങിയ നായികയെ ഐപ്പ് കൈയോടെ പിടിച്ചു. അമ്മാമ്മയും ആ ഷംനയും കൊന്നതിന്റെ പേരില് നായികയെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടും പോയി. ആ പയ്യന്മാരിൽ നിന്നും ഇതെല്ലാം മനസ്സിലാക്കിയ നമ്മുടെ ബാലനാകട്ടെ നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുൻപ് അവൻ ഇവിടെ നിന്നല്ലേ രക്ഷപ്പെട്ടു പോയത്. അന്ന് അവിടുത്തെ താഴ്ത്ത റാങ്കിലുണ്ടായിരുന്ന പവിത്രൻ ഇന്നവിടുത്തെ CI ആണ്. അവിടുത്തെ വെറും കോൺസ്റ്റബിൾ ആയിരുന്ന സോമശേഖരൻ ഇന്ന് ഹെഡ് കോൺസ്റ്റബിൾ ആണ്. അന്നിവിടെ ജോലി ചെയ്തിരുന്ന പവിത്രന്റെ കാമുകി സിസിലിയാകട്ടെ ഇപ്പോൾ ഇവിടെയില്ല. അവരൊക്കെ പോയിരിക്കുന്നു. ബാലൻ നേരെ പോയി പവിത്രനെയും സോമശേഖരനെയും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു.
ചോദിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. അത് പറഞ്ഞതും അവർക്കെല്ലാവർക്കും ബാലിനെ ഓർമ്മ വന്നു. എന്നാൽ പവിത്രന് ബാലിനോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ കാരണമാണ് സിസിലിയുമായിട്ട് അന്ന് പവിത്രൻ വഴക്കിടാൻ കാരണം. അതിനുശേഷം പവിത്രന് സിസിലിയെ നഷ്ടപ്പെട്ടു. സിസിലി മറ്റാരെയും വിവാഹം കഴിച്ചു. ആ ദേഷ്യം ഇപ്പോഴും ഈ പയ്യനോട് പവിത്രനുണ്ട്. എന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മ ജയിലിലാണെന്ന് പവിത്രൻ പറയുന്നുണ്ട്. സാറിനെ സഹായിക്കണം, എനിക്ക് എന്റെ അമ്മയെ കാണണമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നാൽ പവിത്രൻ അവനോട് പറയുന്നുണ്ട്, നീ ആദ്യം എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ. അവൻ പുറത്തേക്ക് പോയതും ആ സോമശേഖരൻ അവനോട് പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കാത്തതാ നല്ലത്. അയാൾക്ക് ഓൾറെഡി നിന്നോട് നല്ല ദേഷ്യമുണ്ട്. നിന്റെ അമ്മയെ കണ്ടെത്താൻ അയാൾ നിന്നെ ഹെൽപ്പ് ചെയ്യില്ല. ഞാൻ മറ്റൊരു പോലീസുകാരന്റെ നമ്പർ തരാം. അയാളാണ് നിന്റെ അമ്മയുടെ കേസൊക്കെ കൈകാര്യം ചെയ്തത്. അങ്ങനെ ഈ സോമശേഖരൻ കൊടുത്ത നമ്പറിലുള്ള ആളെ കോൺടാക്ട് ചെയ്ത് ബാലൻ പോകുന്നു. അയാൾ വഴി തന്റെ അമ്മയെ പറ്റി അന്വേഷിക്കുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്ത് അവന്റെ അമ്മ വല്ലാതെ വയലന്റ് ആയിരുന്നു. തന്റെ മകൻ എവിടെ, തന്റെ മകനെ കാണണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം ജയിൽ അധികൃതർ അവന്റെ അമ്മയെ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ കിടന്നും തന്റെ മകനെ കാണണമെന്ന് പറഞ്ഞവര് ബഹളമായിരുന്നു. 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സഹോദരനാണെന്ന് പറഞ്ഞ് ആരോ അവന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി. അത് ആരാണെന്ന് അവന് മനസ്സിലായില്ല. കാരണം അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അവന്റെ അമ്മയ്ക്ക് അവനും. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് ഇതേ പവിത്രൻ തന്നെയാണ് അവന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അത് കാരണം ദേഷ്യം വന്ന അവനാകട്ടെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നു. തന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. നിന്റെ അമ്മ എവിടെയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല എന്ന് പവിത്രൻ പറയുന്നു. ഓരോ ദിവസവും അവൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പവിത്രൻ അവന്റെ അമ്മയെ കാണിച്ചു കൊടുത്തില്ല. സിസിലി ഇപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതൊന്നും തന്നെ പവിത്രന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനും കാരണം ഈ ബാലനാണല്ലോ. അതിന്റെ ദേഷ്യം അയാളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. നീ ഇനി എന്തൊക്കെ കാണിച്ചാലും ശരി, നിന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരില്ല എന്ന് പവിത്രൻ പറയുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ കുറെ കാലമായിട്ട് അന്വേഷിക്കുന്ന ഒരു പിടികിട്ടാപ്പുള്ളിയെ ഞാൻ കാണിച്ചു തരാമെന്ന്. അവിടുത്തെ നോട്ടീസ് ബോർഡിൽ വാണ്ടഡ് ലിസ്റ്റിൽ ഒരു ക്രിമിനലിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇവന്റെ അമ്മയെ കൊലപാതകം നടത്തുന്ന സമയത്ത് അവിടെ ഒരു ബാങ്ക് കവർച്ച നടന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ ബാങ്ക് മോഷണം നടത്തിയത് അബ്ബാസ് എന്ന് പറയുന്ന ഒരാളാണ്. ആ അബ്ബാസിനെ ഇവൻ അറിയാമായിരുന്നു. അബ്ബാസിനെ ഞാൻ കാണിച്ചു തരാം, പക്ഷെ എന്റെ അമ്മയെ തിരിച്ചു തരണമെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടതും പോലീസുകാരെല്ലാം ഞെട്ടിത്തെറിച്ച് അവനെ നോക്കുന്നു. ഇവൻ എങ്ങനെ അബ്ബാസിനെ അറിയാമെന്ന് ചിന്തിക്കുന്നു. ഇനിയാണ് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ ബാലൻ അതുവഴി പോയ ഒരു ലോറിയിൽ ആരും അറിയാതെ കയറിയിരുന്നു. അതേസമയം തന്നെ ബാങ്ക് മോഷണവും കഴിഞ്ഞിട്ട് അബ്ബാസും അതേ ലോറിയിൽ തന്നെയാണ് കയറുന്നത്. അബ്ബാസ് ആദ്യം കരുതിയത് ആ ലോറിക്കാരന്റെ ആരെങ്കിലും ആയിരിക്കും ഈ പയ്യനെന്നാണ്. അങ്ങനെ ഇവർ സഞ്ചരിച്ച് കേരള കർണാടക ബോർഡറിലാണ് എത്തുന്നത്. രണ്ടുപേരും ലോറിയിൽ നിന്നിറങ്ങി. നമ്മുടെ ബാലന് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ലോറിക്കാരൻ നീ ഇതെവിടുന്ന് കയറിയെന്ന് ചോദിച്ചിട്ട് അവനെ ലോറിയിൽ നിന്നും ഇറക്കി വിട്ടു. അബ്ബാസ് നടന്നു പോകുന്ന കണ്ട് നമ്മുടെ ബാലൻ അവന്റെ പിറകെ പോയി. എന്നാൽ അബ്ബാസ് ആകട്ടെ അവനെ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ഓടിക്കുന്നു. ഇടയ്ക്ക് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ബാലൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാരെ കണ്ടതും അബ്ബാസ് പെട്ടെന്ന് ബാഗിൽ നിന്നും കവർ ചെയ്ത സ്വർണ്ണം എടുത്ത് വേസ്റ്റ് കിടക്കുന്നിടത്തേക്ക് അറിയുന്നു. ഓൾറെഡി അബ്ബാസ് ഒരു കള്ളനാണെന്ന് പോലീസുകാർക്ക് അറിയാം. അവനെ മൊത്തത്തിൽ അവർ പരിശോധിക്കുന്നു. അവന്റെ കയ്യിൽ ആ സമയം ഒന്നും ഉണ്ടായിരുന്നില്ല. നീ വേസ്റ്റ് ഇട്ടേക്കുന്നിടത്തേക്ക് എന്തു എടുത്തെറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഫുഡിന്റെ വേസ്റ്റ് ആണെന്ന് അവൻ പറയുന്നു. പോലീസുകാർ അവിടെ പോയി തെരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒന്നും കിട്ടിയില്ല. മര്യാദയ്ക്ക് വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ട് പോലീസുകാരെ പോയി. അബ്ബാസ് നോക്കിയിരുന്നു താൻ എടുത്തെറിഞ്ഞ സ്വർണ്ണം എവിടെയെന്ന്. ആ സമയം ആ വേസ്റ്റ് ബിന്നിന്റെ അടുത്തായിട്ട് ഒളിഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ ബാലൻ. അവന്റെ കയ്യിൽ ആ സ്വർണ്ണമുണ്ട്. അവനത് അബ്ബാസിന്റെ കയ്യിലേക്ക് നീട്ടുന്നു. എന്നെ സഹായിച്ചതിന് പകരമായിട്ട് കുറച്ച് കാശിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് അവന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നു. എന്നാൽ അവന് കാശ് വേണ്ടിയിരുന്നില്ല. അവന്റെ അമ്മയെ വേണമെന്ന് പറയുന്നു. അവന്റെ അവസ്ഥ കണ്ടിട്ട് തൽക്കാലം അബ്ബാസ് അവനെ കൂട്ടിക്കൊണ്ടുപോയി. തന്റെ അമ്മയെ അവനെയും പറ്റി അവൻ ചില കാര്യങ്ങൾ മാത്രം അബ്ബാസിനോട് പറയുന്നു. അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് അമ്മ വന്നില്ലെന്നും പോലീസുകാരനെ പിടിച്ചുകൊണ്ടുപോയെന്നും അതിനുശേഷം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണെന്നും പോലീസുകാരെയൊക്കെ പേടിച്ച് നീ നടക്കണമെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും. തൽക്കാലം എന്തായാലും നിന്റെ അമ്മയെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് തന്റെ വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവന്റെ പേര് ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അവൻ ഇട്ടിരുന്നത് പവിത്രന്റെ ഡ്രസ്സായിരുന്നില്ലേ, അതിൽ പവിത്രൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്ബാസ് അവനെ പവിത്രൻ എന്നാണ് വിളിക്കുന്നത്. അവൻ എവിടെ നിന്നാ വണ്ടി കയറിയതെന്നോ അവൻ താമസിച്ചിരുന്ന നാട് ഏതാണെന്നോ ഒന്നും തന്നെ അവൻ അറിയത്തില്ലായിരുന്നു. അത് കാരണം അബ്ബാസിന് അവന്റെ അമ്മയെ കണ്ടുപിടിക്കാനും വളരെയധികം ബുദ്ധിമുട്ടായി. ആകെ അവൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ പേര് ലിറ്റിൽ ഫ്ലവർ എന്ന് മാത്രമേ അവൻ അറിയൂ. ആ പേരിൽ കേരളത്തിൽ ഒരുപാട് സ്കൂളുണ്ടെന്ന് അബ്ബാസിന് അറിയാം. തൽക്കാലം കുറച്ചു ദിവസം നീ എന്റെ കൂടെ നിൽക്ക്, ഞാൻ അമ്മയെ പറ്റി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അബ്ബാസ് അവനെ കൂടെ നിർത്തി. എന്നിട്ട് അവൻ ചെയ്യുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ ബാലിനെയും പഠിപ്പിക്കുന്നു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബാറിൽ അവനെ പോലെ കുറെ വെയിറ്ററായിട്ട് പയ്യന്മാര് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തില് ബാലിനെയും ജോലിക്ക് കയറ്റി. പെട്ടെന്ന് അവൻ അവിടുത്തെ ജോലിയൊക്കെ പഠിച്ചെടുത്തു. അതുകണ്ട് പല ആൾക്കാരും ഈ പയ്യനെ ഞങ്ങൾക്ക് വിൽക്കുന്നുവെന്ന് അബ്ബാസിനോട് ചോദിച്ചു. എന്നാൽ അബ്ബാസ് അവനെ ആർക്കും കൊടുത്തില്ല. ബാലിനെയും കൂട്ടുപിടിച്ച് അബ്ബാസ് പല മോഷണങ്ങളും നടത്തി. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അബ്ബാസിന്റെ കൂടെയുള്ള പലരും പോയി. ഇപ്പോൾ ബാലിനും അബ്ബാസും മാത്രമായി. ബാംഗ്ലൂർ തനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് ബാലൻ പറയുന്നുണ്ട്. എന്നാൽ അബ്ബാസ് അതിനെ എതിർക്കുന്നു. നിന്റെ അമ്മയെ കണ്ടുപിടിക്കണ്ടേ, നീ എന്റെ കൂടെ നിൽക്കെന്ന് പറയുന്നു. അബ്ബാസിനെ ഇപ്പോൾ ബാലൻ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അയാൾ തന്നെ പറ്റിക്കുകയാണെന്നും തന്റെ അമ്മയെ കണ്ടുപിടിച്ച് തരില്ലെന്നുമാണ് ബാലൻ കരുതിയത്. ഒടുവിൽ ഒരു ദിവസം അബ്ബാസ് അവനോട് പറയുന്നുണ്ട്, നീ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ജോലി കൂടി ഉണ്ട്, ആ ജോലി എന്റെ കൂടെ നിന്ന് തീർത്തിട്ട് നീ പോയാ മതിയെന്ന്. അതുകൊണ്ട് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അബ്ബാസ് ബാലിനെയും കൂട്ടി കേരളത്തിലേക്ക് പോകുന്നു. അവർ അവിടെ ഒരു വീട്ടിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു. ഇടയ്ക്കൊന്ന് പുറത്തേക്ക് ബസ്സിൽ പോയപ്പോഴാണ്
സമയത്താണ് താനും അമ്മയും നിന്നിരുന്ന ആ സ്ഥലമെല്ലാം തന്നെ അവൻ ഓർമ്മ വരുന്നതും അവിടെ അവൻ ബസ് ഇറങ്ങുകയും അവന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുകയും ചെയ്തത്. അങ്ങനെയാണല്ലോ അവൻ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇപ്പോൾ പോലീസുകാരോട് അവൻ അബ്ബാസിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പവിത്രനെ ആൾക്കാരെയും കൂട്ടി അബ്ബാസും സംഘവും താമസിക്കുന്ന വീട്ടിലേക്ക് വരികയായിരുന്നു. ആദ്യം ബാലൻ അകത്തേക്ക് കയറി ചെല്ലുന്നു. അവനെ കണ്ടതും അബ്ബാസ് ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ പോയി? ഞാൻ നിന്റെ അമ്മയെ പറ്റി പറയാനാണ് നിന്നെ ഈ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. നിന്റെ അമ്മ ജയിലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് നിന്റെ അമ്മയെ മെന്റൽ ഹോസ്പിറ്റലാക്കി. അവിടെ നിന്ന് പവിത്രൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് നിന്റെ അമ്മയെ കൊണ്ടുപോയത്. അയാളുടെ കയ്യിൽ നിന്ന് നിന്റെ അമ്മയെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരും. അത്രയും കേട്ടതും ബാലൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന് അബ്ബാസ് തന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് മനസ്സിലായത്. എന്നാൽ ഓൾറെഡി ഇതൊന്നും അറിയാതെ അവൻ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നു. പോലീസുകാരെ വീട് വളഞ്ഞു. അബ്ബാസ് ബാലനെ നോക്കി പറയുന്നുണ്ട്, നിനക്കൊന്ന് വെയിറ്റ് ചെയ്തുകൂടായിരുന്നു എന്ന്. എന്നാൽ ഈ സത്യങ്ങൾ നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോലീസിന്റെ അടുത്തേക്ക് പോകില്ലായിരുന്നുവെന്ന് അവനും പറയുന്നു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാർ വന്ന് അബ്ബാസിനെ അറസ്റ്റ് ചെയ്തു. ഇനിയെങ്കിലും നിങ്ങൾ എന്റെ അമ്മയെ കാണിച്ചു തരാൻ പവിത്രനോട് അവൻ പറയുന്നുണ്ട്. എന്നാൽ പവിത്രൻ പറയുന്നുണ്ട്, നിന്റെ അമ്മയെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, പക്ഷെ ഒരിക്കലും നിനക്ക് അവരുടെ കൂടെ ജീവിക്കാനും പറ്റത്തില്ല, അവരെ കൂട്ടിക്കൊണ്ടു പോകാനും പറ്റില്ല. എനിക്ക് സിസിലിയെ കിട്ടാതിരുന്നതുപോലെ നിനക്ക് നിന്റെ അമ്മയും കിട്ടില്ല. പണ്ട് സുന്ദരിയായിരുന്നു നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ കൊല്ലം നിനക്ക് കാണണ്ടേന്ന് പറഞ്ഞിട്ട് ഒരു ആശ്രയ സെന്ററിലേക്കാണ് പവിത്രൻ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഏറ്റവും അവസാനത്തെ സെല്ലില് നിന്റെ അമ്മയുടെ വികൃതമായ രൂപം നിനക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് പവിത്രൻ അവനെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. ആകെ സങ്കടത്തോടുകൂടി ബാലൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ തന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന സ്ത്രീയെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അതവന്റെ അമ്മയായിരുന്നില്ല. ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. നമ്മുടെ നായിക ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന മാനസിക നില തകരാറിലായ ഒരു ഹോം നേഴ്സിന്റെ ഐഡിയ ഉപയോഗിച്ചല്ലേ അമ്മാമ്മയുടെ വീട്ടിൽ ജോലിക്ക് കയറിയേ. ആ ഹോം നേഴ്സാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അത് മനസ്സിലാക്കിയ ബാലനാകട്ടെ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. പവിത്രനും കാര്യം മനസ്സിലായില്ല. ബാലന്റെ മനസ്സിൽ ആ സമയം സന്തോഷമായിരുന്നു. തന്റെ അമ്മ ജയിലിലല്ല, അവർ പുറത്തെവിടെയുണ്ട്. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. അന്ന് ഷംനയെ കൊന്ന ശേഷം അവിടെയെല്ലാം ക്ലീൻ ചെയ്യുമ്പോഴാണല്ലോ അമ്മാമ്മയുടെ മകനും ബന്ധുക്കാരും വൈകുന്നേരം വീട്ടിലേക്ക് വരുമെന്ന് നായിക അറിയുന്നത്. അവിടെ നടന്ന ക്രൈമുകളൊന്നും താനല്ല ചെയ്തതെന്ന് നായികയ്ക്ക് വരുത്തി തീർക്കണമായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടണമായിരുന്നു. നമ്മുടെ നായികയെ അവിടെയുള്ള ആരും കണ്ടിട്ടില്ല. ഫോണിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി മാനസിക നില തകരാറിലായ ഷെർലി എന്ന് പറയുന്ന ആ യഥാർത്ഥ ഹോം നേഴ്സിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവരെ കുളിപ്പിച്ച് ശുദ്ധയാക്കി പുതിയ വസ്ത്രങ്ങൾ ഇട്ടുകൊടുത്തു. ആ നേഴ്സിന്റെ മകനെ ആരോ കൊന്നതാണ്. അതോടുകൂടിയാണ് അവരുടെ മാനസിക നില ഇങ്ങനെയായത്. ഇതെല്ലാം മനസ്സിലാക്കിയ നായികയാകട്ടെ അമ്മാമ്മയുടെ ബന്ധുക്കാരും അയിപ്പോ അവിടേക്ക് വന്ന സമയത്ത് ആ നേഴ്സിന്റെ കയ്യിൽ തോക്ക് കൊടുത്ത് നിന്റെ മകനെ കൊന്നത് ആ വരുന്ന ആളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന നേഴ്സാകട്ടെ തോക്കും ചൂണ്ടി അയ്പിന്റെ നേരെ നിൽക്കുകയായിരുന്നു. അത്രയും പറഞ്ഞു കൊടുത്തിട്ട് നായിക ബാക്കിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയ്പ് കഥകു തുറന്നതും കാണുന്നത് ഈ മാനസിക നില തകരാറിലായ ഹോം നേഴ്സ് തോക്കും ചൂണ്ടി നിൽക്കുന്നതാണ്. അവിടെ ഓൾറെഡി ജോലിക്ക് വന്നത് ഇതേ ഹോം നേഴ്സ് തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസും ആൾക്കാരും എല്ലാം ചേർന്ന് അവരെയാണ് പിടിച്ചത്. അവരാണ് കൊലപാതകം ചെയ്തതെന്ന് കരുതി അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. പവിത്രനും ഇത്രയും കാലം കരുതിയിരുന്നത് ബാലന്റെ അമ്മ അത് തന്നെയായിരിക്കും എന്നാണ്. എന്റെ അമ്മ സേഫ് ആയിട്ട് എവിടെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവനാകട്ടെ നേരെ പോകുന്നത് അമ്മ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിരുന്ന അതേ സ്ഥലത്തേക്കാണ്. സ്കൂൾ വിട്ട് അവൻ വൈകിട്ട് വരുമ്പോൾ സ്ഥിരമായിട്ടിരിക്കാറുള്ള സ്ഥലം. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ അമ്മ അവിടേക്ക് വരുന്നു. വർഷങ്ങളായിട്ട് അവർ അതേ നാട്ടിൽ തന്നെ മറ്റൊരു ഐഡന്റിറ്റിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവർ അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, ഇവിടെ തന്നെ എന്നെ കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ പിന്നെ എങ്ങോട്ടാ പോയതെന്ന്. തന്റെ മകൻ എന്നെങ്കിലും അവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ അമ്മ എല്ലാ ദിവസവും അവിടെ വന്ന് നോക്കുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബാലന് അവന്റെ അമ്മയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.